തീർന്നിട്ടില്ല. ഇനി ഇവിടെ ഒരു ആൺകുട്ടി വരുന്നുണ്ടല്ലോ, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ആ മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു ആണ് സലഫികൾ ഉണ്ടാക്കിയ കുഴി തീർക്കുക. മഹ്ദി ഇമാമാണ്. മുസ്ലിം സമുദായത്തെ കുഴിയിൽ ഇറക്കിയത് സലഫികളെ നിങ്ങളാണ്. എടാ കേന്നമകാരാ, മുസ്ലിം സമുദായത്തിന് ഇന്നുള്ള എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് നീയാണ്. ചരിത്രം പഠിച്ചോ, ചരിത്രം പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചോ. മുസ്ലിം സമുദായം ഇന്ന് ഇത്രയേറെ തകരാൻ കാരണം സലഫികളാണ്. സലഫികൾക്ക് ഒരു തൗഹീദുമില്ല, ശിർക്കുമില്ല. അവരുടെ തൗഹീദും ശിർക്കുമെല്ലാം കേവലം കണ്ണാടി മാളികകൾ പോലെയാണ്. അവരുടെ കാപട്യമാണ്. അവർക്ക് യാതൊരു ശിർക്കിന് വിരോധവുമില്ല. ലോകത്തെ ഏറ്റവും വലിയ ശിർക്കിനോട് ഒരു നൂറ്റാണ്ട് മുമ്പ് സലഫികൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ശിർക്കിന്റെ ആളുകാരെ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയില്ല. AD 1915 ജൂതന്മാരുമായിട്ടും ജൂതനസാറാക്കളുമായി സലഫികൾ ഉടമ്പടി നടത്തിയിട്ടുണ്ട്. AD 1915. എന്റെ പേരാണ് റഹ്മത്തുള്ള. ഞാൻ 10-16 കൊല്ലായി ഇവിടെ ഇങ്ങനെ കറങ്ങണം. പാലിലെ വെണ്ണ പോലെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഇങ്ങനെ കറങ്ങാണ്. നിങ്ങൾക്ക് എന്നെ അറിയാം. ഏതോ പറഞ്ഞു വിടുന്ന ആളൊന്നുമല്ല. സലഫികൾക്ക് ഒരു തൗഹീദില്ല, ഒരു ശിർക്കില്ല. എന്ത് തൗഹീദ് നിങ്ങൾക്ക്, എന്ത് ശിർക്ക് നിങ്ങൾക്ക്? 1915 ജൂത ക്രൈസ്തവരുമായി വഹാബികൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യൂല. അതിനുശേഷം AD 1917 ജൂത ക്രൈസ്തവർ എന്ത് ചെയ്തു? യോജിച്ച് ഫലസ്തീനെ വെട്ടിമുറിച്ച് ഇസ്രായേൽ രാഷ്ട്രമുണ്ടാക്കി. ഇന്ന് വരെ ഒരു വാക്കെതിര് പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റില്ല. അവർക്കൊരു തൗഹീദുള്ള ഒരു ശിർക്കില്ല. അവർക്ക് മുസ്ലിമീങ്ങളെ വട്ടത്തിൽ ഇരിക്കണം, അല്ലാതെ താല്പര്യമില്ല. ഇല്ല. ജൂതന്മാർ 1915 1915 സലഫികള് ജൂത ക്രൈസ്തവ ഇസ്ലാമിക വിരുദ്ധ ജൂത ക്രൈസ്തവ ഇംപീരിയലിസത്തോട് കരാർ ചെയ്തിരിക്കുന്നു. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഞാൻ വെറുതെ പറയുകയല്ല. അങ്ങനെ വെറുതെ പറയാൻ എനിക്ക് പറ്റും. ഞാൻ ഇവിടെ നിന്ന് പോയത് സംസ്ഥാന SYSന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ അതിന്റെ വൈസ് പ്രസിഡന്റാണ്. ഞാൻ വലുപ്പത്തിന് പറയല്ല. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു കസേരയിലിരിക്കുന്ന ആളാണ്. അങ്ങനെ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. AD 1917 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബാൾഫർ ഡിക്ലറേഷനിലൂടെ എന്ത് ചെയ്ത്? അവര് ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്നുള്ള ഇതിന്റെ ഡിക്ലറേഷൻ നടത്തി. 1917 ഒരു വാക്ക് എതിര് പറയാൻ സലഫികൾക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? 1914, 15, 16, 17 കാലഘട്ടങ്ങളിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവർ ബ്രിട്ടനോട് കൂടെ ചേർന്ന് ഇസ്ലാമിക സാമ്രാജ്യത്തെ തകർത്തു തരിപ്പണമാക്കി. മുസ്ലിമീങ്ങൾ ഇങ്ങനെയാകാൻ കാരണം സലഫികളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ സലഫികൾ മുസ്ലിം ലോകത്തെ വഞ്ചിച്ചു. ഒന്നാം ലോക മഹായുദ്ധം മുസ്ലിമീങ്ങൾക്കെതിരെയാണ് കാര്യമായി നടന്നത്. ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തവർ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, സലഫികൾ. അങ്ങനെ തുർക്കിയെ നശിപ്പിച്ചു. ലോകത്തെ ഏറ്റവും പ്രബലമായ ഇസ്ലാമിക ഖിലാഫത്ത് തുർക്കിയായിരുന്നു. ഇന്നത്തെ അമേരിക്കയുടെ 100 ഇരട്ടി വലിയ രാജ്യമായിരുന്നു തുർക്കി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിയെ കഷ്ണാക്കി തകർത്ത് തരിപ്പണമാക്കിയവരെ നിങ്ങൾക്ക് തൗഹീദ് പറയാൻ എന്തവകാശം? തൗഹീദ് അതിന്റെ ബാക്കി 1 നൂറ്റാണ്ട് കഴിഞ്ഞു. 1 നൂറ്റാണ്ടിനിടയിൽ അത് കഴിഞ്ഞ് ബാൾഫർ ഡിക്ലറേഷൻ വന്നു 1917. 1917 1915 സലഫികളും ബ്രിട്ടനും തമ്മിൽ കരാറുണ്ടാക്കി. നമ്മൾ ബ്രിട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, ബ്രിട്ടൻ ഏത് കാലത്തും ജൂത ക്രൈസ്തവ ലോബിയുടെ മർക്കസാണ്. ഞങ്ങൾ എതിര് പറയില്ല.
കരാർ ഒപ്പുവെച്ചു. 1917 1917 ബ്രിട്ടൻ ബാൾഫർ ഡിക്ലറേഷൻ നടത്തി. എന്താണ് ബാൾഫർ ഡിക്ലറേഷൻ? ജൂതന്മാർക്ക് ഞങ്ങൾ ഫലസ്തീന് വെട്ടിമുറിച്ച് പുതിയ രാഷ്ട്രം കൊടുക്കും. എന്തൊക്കെയാ ചെയ്തത്? ഒരക്ഷരം മുടിയാടിയില്ല. പിന്നെ അതിന്റെ വർക്ക് പ്രോസസ്സിംഗ്, അങ്ങനെ പല ജാതി വർക്കുകളും നടത്തി. 1948 ജൂതരാഷ്ട്രം വന്നു. കാരണം ആരാ? ഇവർ അല്ലാതാരാ? ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ ഇസ്രായേലിനെതിരെ ഒരു പടപ്പുറപ്പാട് നടത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയില്ല. ഇവർ കരാറുണ്ട്, ഞങ്ങളും നിങ്ങളും തമ്മിൽ എതിരാവില്ല. ചതി, വമ്പൻ ചതി. മുസ്ലിം ലോകത്തെ ചതിച്ചത് സലഫികളെ നിങ്ങളാണ്. നിങ്ങൾക്ക് മാപ്പില്ല. എന്താ കാരണം? പഠിച്ചോ, ചരിത്രം പഠിക്കണം. ഇവിടെ ഇങ്ങനെ പടത് കറങ്ങിയാൽ പോരാ, പഠിക്കണം. മുസ്ലിം ലോകം എന്ത് അമേരിക്ക മുസ്ലിമീങ്ങൾക്ക്. ഇന്നത്തെ അമേരിക്കയുടെ 100 ഇരട്ടി വലിയ ശക്തിയായിരുന്നു തുർക്കി. അത് നശിപ്പിച്ചത് 1-ാം ലോക മഹായുദ്ധമാണ്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, വഹാബികൾ, ഈ 6 കൂട്ടരാണ് തുർക്കിയെ നശിപ്പിച്ചത്. ഞാൻ വിശദീകരിക്കുന്നു, വേണ്ടി വന്നാൽ പറയാം. അതെപ്പോൾ ഞാൻ പറയുന്നില്ല. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതിൻ്റെയൊക്കെ ഫല ഇന്ന് എന്താ ചെയ്യാ? പക്ഷെ ഇതൊക്കെ ഇനി വീണ്ടെടുക്കും. ഇനി നിങ്ങൾ എഴുതി വെച്ചോളൂ, തുർക്കി എന്ന രാഷ്ട്രം ചെറുതായി ഉണ്ട്, അതിപ്പോ വീണ്ടും നശിപ്പിക്കും. അതിനി ഇവര് സമുദായത്തിന് വെച്ച ക്ഷതം പരിഹരിക്കാൻ വേണ്ടി വരും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. മഹ്ദി ഇമാം വന്നാൽ ആദ്യം ചെയ്യുക തുർക്കി വീണ്ടെടുക്കലാണ്. തുർക്കിയെ ഇല്ലാതാക്കിയത് നിങ്ങളാണ്. തുർക്കിയെ വീണ്ടെടുക്കുന്നത് ഇമാം മഹ്ദിയാണ് റളിയല്ലാഹു അൻഹു. ഒക്കെ വരാനായിട്ടുണ്ട്, അടുത്ത് വരും, അടുത്ത് മഹ്ദി വരും റളിയല്ലാഹു അൻഹു. നാളെ വരും, മറ്റന്നാൾ വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മഹ്ദി വരാനായിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഈ മഹ്ദി ഇതേ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നന്നായി വന്ന ആളാണ്, വന്നിട്ട് വന്ന ആളല്ല, വലിയ ആളാണ്, ഫക്കീർ. പക്ഷേ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ കൊടുക്കും, നോട്ടിനെ കെട്ട്. എവിടുന്നാ നോട്ട് വന്നതെന്ന് അറിയില്ല, ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൊടുക്കും. മഹ്ദി വന്നാലോ, മഹ്ദി എല്ലാവരുടെയും സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കും. ഇതിന് രണ്ടാമത്തെ അർത്ഥം കൂടിയുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ക്രൈസിസ് എക്കണോമിക്കൽ ക്രൈസിസ് ആണ്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിന്മേൽ കൂട്ടി വായിക്കാവുന്നതാണത്. മഹ്ദി ഇമാം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടാവും. മഹ്ദി ഇമാം വന്നാൽ മഹ്ദി ഇമാം ചെയ്യുക, എല്ലാവർക്കും പണം കൊടുക്കും. എന്തുകൊണ്ടാണ് പണം കൊടുക്കേണ്ടി വരുന്നത്? പണമില്ലാത്ത പ്രയാസം ഉണ്ടാവും. 2000-ന് ശേഷം ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എക്കണോമിക്കൽ ബാലൻസ് തെറ്റിയതാണ്. അതാ ഞാൻ പറഞ്ഞത്, വല്ലാതെ നേരം വൈകാൻ സാധ്യത കുറവാണ്. നാളെ വരുന്നും ഞാൻ പറയണില്ല, പറയാതിരിക്കണില്ല, പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുമില്ല, മറ്റന്നാ വരില്ല എന്നുമില്ല. പക്ഷെ വരും, വരാനായിട്ടുണ്ട്. എന്തിനാ വരുന്നത്? മുസ്ലിം ലോകത്തിന് സലഫികൾ നഷ്ടപ്പെടുത്തിയ തുർക്കിയെ വീണ്ടെടുക്കാൻ വേണ്ടി വരും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഈ ഇവരെ കുഴിച്ച കുഴി മഹ്ദി ഇമാമിനെ തീർക്കാൻ കഴിയുള്ളൂ. മക്കായിൽ നിന്ന് മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു തുർക്കിയെ വീണ്ടെടുക്കാൻ വേണ്ടി പുറപ്പെടും. തുർക്കിയെ അദ്ദേഹം വീണ്ടെടുക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ റോമക്കാര് തകർന്ന് തരിപ്പണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ച്, അദ്ദേഹത്തിന്റെ ആയുധം എന്തായിരിക്കും നബിയെ? അപ്പോൾ മുസ്തഫ നബി പറഞ്ഞു, മഹ്ദി ഇമാമിന്റെ ആയുധം അത്തസ്ബീഹു വത്തഹ്മീദു വത്തഹ്ലീലു വത്തക്ബീർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അതിന്റെ മാന എന്താ? അദ്ദേഹം ഫുൾ ടൈം ദാക്കിറായിരിക്കും. ഫുൾ ടൈം ദാക്കിറായിരിക്കും. അപ്പണിയാണ് ഇപ്പൊ എടുക്കണത്.
അവിടേക്ക് കുത്തിക്കാൻ കൊണ്ടുപോകാൻ ഞങ്ങള് അവിടെ കുത്തണല്ലോ, ഇടയിൽ വിടാൻ പാടില്ലല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകാത്. ഇത് ദിക്റാണ്, അതും ദിക്റാണ്. ആ മനുഷ്യൻ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോഴത്തിന് യൂറോപ്പ് തകർന്ന് തരിപ്പണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ ഇവിടെ നടക്കാനായിട്ടുണ്ട്. എക്കണോമിക്കൽ ബാലൻസ് തെറ്റിപ്പോയി ലോകത്തിന്. ജനങ്ങളെ അതുകൊണ്ട് സുന്നത്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ കുഞ്ചിരോമ തൊടണ്ട. തൊട്ടാല് പാർട്ടിയാണ് താഴ്ചക്കും, തൊട്ടാല് കാര്യം കുടുങ്ങും. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ, ഈ മുസ്ലിം ലോകം ഇങ്ങനെ തകരാൻ കാരണം സലഫികളാണ്, യാതൊരു സംശയവും വേണ്ട. അത് ഒരു ദിവസത്തെ വയലല്ല, 1000 ദിവസം വയൽ പറയണമെങ്കിലും ഞാൻ അതിന് തയ്യാറാണ്. ഞാൻ പഠിച്ചു നടക്കണം, പഠിക്കാതെ നടക്കല്ല, പഠിച്ചു നടക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അതൊന്നും റഹ്മത്തുള്ള വെറുതെ പറയല്ല. നിങ്ങൾ ചതിച്ചോരാണ് ഈ സമുദായത്തെ. നിങ്ങൾക്ക് എണീറ്റിക്കാൻ അവകാശമില്ല. നിങ്ങൾ തൗഹീദോ, നിങ്ങൾ ശിർക്ക്, ലോകത്തെ ഏറ്റവും വലിയ ശിർക്കുമായി രഹസ്യ ഉടമ്പടി നടത്തിയവരാണ് സലഫികളെ. നിങ്ങൾ എടാ ഇല്ലാന്ന് തെളിയിച്ചാൽ അന്ന് റഹ്മത്തുള്ള പേര് മാറ്റും. ചതി, ബമ്പൻ ചതി. നിങ്ങൾക്ക് തൗഹീദ് പറയാനുള്ള അധികാരം തന്നെയില്ല. അത് സുന്നികൾ സാധുക്കൾ പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചതി.